الحمد لله الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പരിപൂർണമായ ജാഗ്രതയോടുകൂടി പാലിക്കുകയും ഏറ്റവും സത്യമായ ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണ്. അതിന് വേണമെങ്കിൽ ഫിലോസഫീസ് ഓഫ് അറഗൻസ്, അഹങ്കാരത്തിന്റെ തത്വശാസ്ത്രങ്ങൾ എന്ന് തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. മനുഷ്യന്റെ അഹങ്കാരത്തെ അടയാളപ്പെടുത്തുന്ന, അറഗൻസിനെ അടയാളപ്പെടുത്തുന്ന 4 വാക്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അത് പരാമർശിച്ചുകൊണ്ട് തുടങ്ങാം. അതിലൊന്നാമത്തത് സൂറത്തുൽ അലഖിൽ, ഇന്നൽ ഇൻസാന ലയത്ഗ അർറആഹു ഇസ്തഗ്ന. അർറആഹു ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ മതി എന്ന് മനുഷ്യൻ കാണുന്നതാണ്. അക്കാരണത്താൽ ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യൻ മഹാധിക്കാരിയായി അഹങ്കാരിയായി മാറിപ്പോയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനം ഇതാണ്, ഈ അറഗൻസ്. നമ്മൾ സാധാരണ ഈഗോ എന്നൊക്കെ പറയും. ഈഗോ എന്നതിന് വളരെ പോസിറ്റീവായ തലങ്ങളുമുണ്ട്. സ്വാഭാവികമായും നമ്മൾ മലയാളത്തിൽ പറയുന്ന അഹങ്കാരം എന്ന വാക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മനുഷ്യൻ തനിക്ക് താൻ തന്നെ മതി എന്ന് അവന് തോന്നുകയാൽ വല്ലാതെ അഹങ്കാരിയായി മാറിയിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ വാക്യം അന റബ്ബുക്കുമുൽ അഅല. അത് ഫറോവയിൽ നിന്ന് ഖുർആൻ ഉദ്ധരിക്കുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് ഖുർആൻ ഒരു സംഗതി ഉദ്ധരിക്കുമ്പോൾ അത് ആ കഥാപാത്രം മാത്രം പറഞ്ഞതാണ് എന്നർത്ഥമേ അതിനില്ല. നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ ഒരു കുഴപ്പം, നമ്മളോട് ഖുർആൻ എന്തെങ്കിലും പറയാനുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ ഖുർആൻ വായിക്കാറുള്ളത് എന്നുള്ളതാണ്.
നമ്മുടെ പ്രഭാഷണങ്ങളുടെ കുഴപ്പം, ഞാനിപ്പോൾ ഒരു ഖത്തീബ് എന്ന നിലക്ക് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ്. പക്ഷെ ഈ വർത്തമാനങ്ങളെല്ലാം പ്രാഥമികമായി എന്നോട് തന്നെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാക്കത്തൊള്ളായിരം സംഘടനകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള തസ്കിയത്ത് പരിപാടികൾ നടത്താറുണ്ട്. നടത്തുന്നവരും സംഘടിപ്പിക്കുന്നവരും സംസാരിക്കുന്നവരും കേൾക്കുന്നവരുമൊക്കെ ഇത് മറ്റുള്ളവർക്കുള്ളതാണ് എന്ന ചിന്തയോടുകൂടിയാണ് അതിനെ അഭിമുഖീകരിക്കാറുള്ളത് എന്നാണ് തോന്നാറുള്ളത്. അതേസമയം ഇതെല്ലാം ഖുർആൻ നമ്മളോട് തന്നെ പറയുന്നതാണ്. അന റബ്ബുക്കുമുൽ അഅല എന്നത് ഫിറഔന്റെ നേർക്കുനേരെയുള്ള പ്രഖ്യാപനമാണ്. അതേസമയം ഫിറഔൻ ഈ പറഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം, അതിന്റെ കണികയെങ്കിലും, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹങ്കാരത്തിന്റെ ഒരു മണിത്തൂക്കമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവന് സ്വർഗത്ത് പോകാൻ പറ്റില്ല. അഹങ്കാരമില്ലാത്തവരുടെ ഇടമാണ് സ്വർഗം. അത് വിനയാന്വിതരായിട്ടുള്ള ആളുകളുടെ ഇടമാണ്. അത് ഭൂമിയിൽ ശാന്തശീലരായി വർത്തിക്കുന്ന, യംശൂന അലൽ അർളി ഹൗനൻ, അപ്രകാരം ജീവിച്ചിട്ടുള്ള ആളുകളുടെ ഇടമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. മൂന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് അന ഉഹിയ വൗമേറ്റ്സ്, കാല അന ഉഹിയ വൗമേറ്റ്സ്. ഇതും ഇതുപോലെ ഒരു വലിയ ഏകാധിപതിയിൽ നിന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നതാണ്. നമ്മൾ നമ്രൂദ് എന്ന് വിളിക്കും. ചരിത്രത്തിൽ അയാളുടെ പേര് ഊർനമ്മു എന്നാണ്. ഖുർആനിൽ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സ്ഥാനപ്പേരുകളാണ്. ഫറോവ എന്ന് പറയുന്നതും സ്ഥാനപ്പേരാണ്. ആ കാലത്ത് ജീവിച്ചിരുന്ന ഫറോവ ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടുപേരുണ്ടെന്ന് പറയുന്നവരുണ്ട്, അല്ല ഒരാൾ തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. സാഹചര്യങ്ങൾ വെച്ചിട്ട് രണ്ടുപേരാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അഹങ്കാരത്തിന്റെ കടലിൽ മുങ്ങിത്താണ്. നമ്മൾ നുണകളുടെ പ്രളയം എന്ന് പറഞ്ഞതുപോലെ ഫറോവ മുങ്ങിത്താണത് വെറും കടലിലല്ല. ചരിത്രത്തിലെ ഫറോവ ചെങ്കടലിലാണ് താണതെങ്കിൽ നമ്മളൊക്കെ അഹങ്കാരത്തിന്റെ കടലിൽ താണുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം നമ്മൾ വായിക്കുമ്പോൾ. അപ്പോഴത് ആരാണെന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ അങ്ങോട്ട് വിടും, നമ്മുടെ വിഷയമല്ലല്ലോ. ഇനി നാലാമതൊരു വാക്യമുള്ളത് കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇത് ഖുർആൻ ഉദ്ധരിക്കുന്നതാണ് ഖാറൂൻ എന്ന വ്യക്തിയിൽ നിന്നാണ്. ഖാറൂൻ എന്ന വ്യക്തിയിൽ നിന്നാണ് ഖുർആൻ ഇത് ഉദ്ധരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അയാൾ പറയാണ്, ഞാനെല്ലാം സമ്പാദിച്ചിരിക്കുന്നത് എൻ്റെ അറിവ് വെച്ചിട്ടാണ്. എൻ്റെ പക്കലുള്ള, ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി, അതാണ് എൻ്റെ ഈ സമ്പത്തിനെല്ലാം ഉറവിടമായി മാറിയത്. അതുകൊണ്ട് മറ്റാരോടും എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, പ്രതിബദ്ധതയില്ല. സയൻസും ടെക്നോളജി ഉണ്ടാക്കുന്നത് അവർ തന്നെയാണല്ലോ. സയൻസ് അറിവ് എന്ന നിലക്ക് നിരപേക്ഷമാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ സയൻസിന് മുതലാളിമാരുണ്ട്. ഇത് നമ്മളാരും പറയുന്നതല്ല, നിരപേക്ഷമായ സയൻസിനെ കുറിച്ച് പഠിക്കുന്നവർ തന്നെ പറയുന്നതാണ്. ഓരോ കണ്ടുപിടുത്തങ്ങളും ചെലവുള്ള ഏർപ്പാടാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആ ചെലവ് വഹിക്കാൻ തയ്യാറുള്ളത് ഒരു രാഷ്ട്രമാവാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി ആവാം. ഇത് മൂന്നാണെങ്കിലും ഇതിന് ഐഡിയോളജിയായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നിരപേക്ഷമല്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ സംഗതി മുന്നോട്ട് പോകുള്ളൂ. അതിന്റെ മുൻഗണനാക്രമം, ആവശ്യങ്ങളിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാകുന്നത് എന്ന് വലിയ ചിന്തകർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊസാംബി മുതൽക്കുള്ള ഒരുപാട് ചിന്തകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യങ്ങളിൽ നിന്നാണ് സയൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ആവശ്യങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ടാവും. ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് ആരാണോ കാശ് മുടക്കുന്നത് അവരാണ്. പുതിയ കാലത്താണെങ്കിൽ അറിവിനെ പേറ്റന്റ് ചെയ്യാന്നുള്ളത് നേരത്തെ ഉള്ളതാണ്. പക്ഷെ അതേസമയം അറിവിന്റെ കുത്തകാവകാശം എന്ന് പറയുന്ന പുതിയൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടേതാണ്. നമ്മളത് അറിയുന്നത് പോലും അവർക്ക് റോയൽറ്റി കൊടുത്തുകൊണ്ട് പോകണം, ഇങ്ങനെയുള്ള സിദ്ധാന്തം. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഖാറൂനിൽ നിന്ന് ഖുർആൻ ഉദ്ധരിച്ച ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. നമ്മൾ മനസ്സിലാക്കണം, ചരിത്രത്തിൽ തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യവും ഖുർആനിൽ പറയാത്തതായിട്ടില്ലെന്നേ. നമ്മൾ സയന്റിസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തം നടത്തുമ്പോൾ അതേടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഗവേഷണം നടത്തുന്നതിന് പകരം ചരിത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഖുർആനികമായ, ഇപ്പൊ മുതലാളിത്തത്തിന്റെ, ക്യാപിറ്റലിസത്തിന്റെ ഖുർആനിക് ആർക്കിടൈപ്പുകൾ, പ്രോട്ടോ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. നമ്മൾ ക്യാപിറ്റലിസം എന്നുള്ള സംഗതി പഠിക്കുന്നത് ആഡം സ്മിത്ത് മുതലോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് കാൾ മാർക്സ് മുതലോ ഒക്കെയാണ്. പക്ഷെ അതേസമയം അതിന്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ ആർക്കിടൈപ്പുകളുണ്ട്. അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ എന്തോ പ്രശ്നമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഖുതുബയുടെ വിഷയമാണോ എന്ന് പോലും തിരിയാത്ത ആളുകളുണ്ട്.
ഖുതുബയാകുമ്പോൾ വന്നിട്ട് നല്ലത് പറയണം. നല്ലത് പറയണം എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്നേ. നല്ലത് പറയണം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു സതുപദേശമൊന്നുമല്ല, മറിച്ച് അതിലൊരു വിപ്ലവമുണ്ട്, അതിലൊരു കലാപമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നുണകളിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നുണകളുടെ പ്രളയം. സ്വാഭാവികമായിട്ടും സത്യം പറയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറും. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ പറയുന്ന അരഗൻസിന്റെ മേലെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളുടെയും പ്രോട്ടോടൈപ്പുകളുണ്ട്. ഇന്ന് നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കുന്നു, അതിന്റെ ഏറ്റവും എന്താണ് ആധുനികമായ മാതൃകയെ ഫാഷിസം എന്ന് പറയും. ഫാഷിസത്തിന്റെ ബേസ് റേസിസമാണ്, അല്ലെങ്കിൽ റേസിസ്റ്റ് നാഷണലിസമാണ്. ഇത് മുമ്പേ ഉള്ളതാണ്. ഫൊനീഷ്യന്മാരെ സംബന്ധിച്ച് ടാഗോറൊക്കെ പഠിച്ചിട്ടുണ്ട്. ടാഗോർ ഒരു വിഖ്യാത ആന്റി നാഷണലിസ്റ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അത്രയും വിശാലമായിട്ട് ചിന്തിക്കാൻ നമുക്ക് ചില സമയത്തൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. ചരിത്രം തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ജനാധിപത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ജനാധിപത്യത്തെ വന്ധ്യയെന്നും വേശ്യയെന്നും വിശേഷിപ്പിച്ച ആളാണ്. ഡെമോക്രസിയെ വന്ധ്യയെന്നും വേശ്യയെന്നും വിശേഷിപ്പിച്ച ആളാണ് മഹാത്മാഗാന്ധി. ജനാധിപത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. പാർലമെന്റിനെ പന്നിക്കൂടെന്ന് വിളിച്ച ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനം എഴുതിയ അർത്ഥത്തിൽ ദേശീയ കവി രവീന്ദ്രനാഥ ടാഗോർ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആന്റി നാഷണലിസ്റ്റ് ആണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഈ നാഷണലിസം എന്ന് പറഞ്ഞാൽ ഈ വൈരക്കല്ലിന്റെ കാശ് കൊടുത്തിട്ട് കുപ്പിച്ചില്ല് വാങ്ങുന്ന ഏർപ്പാടാണെന്ന്. അവിടെ ഉപയോഗിച്ച വാക്കും ശ്രദ്ധിക്കണം, നാഷണലിസം എന്നല്ല, പാട്രിയറ്റിസം എന്നാണ്. മലപ്പുറത്ത് ഏതോ സ്കൂളിൽ ടാഗോറിന്റെ വാക്കുകൾ എഴുതി വെച്ചപ്പോൾ അവിടെ കേസെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ടാഗോറാണ് എഴുതിയിരിക്കുന്നത്, ദേശവിരുദ്ധതയാണ്. സംഗതി ശരിയാണല്ലോ. എന്താ എഴുതിയിരിക്കുന്നത്? മനുഷ്യത്വത്തെക്കാൾ മേലെയല്ല ദേശസ്നേഹം. മനുഷ്യത്വത്തെ വിട്ടിട്ട് ദേശസ്നേഹത്തെ അവലംബമായി കാണുന്നവൻ വൈരക്കല്ലിന്റെ കാശ് കൊടുത്തിട്ട് കുപ്പിച്ചില്ല് വാങ്ങുന്നവനാണെന്നാണ്. നമ്മളാരും പറഞ്ഞതല്ല, രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു. അവിടെ ഇതുപോലെ അദ്ദേഹമാണ് നമ്മുടെ ദേശീയ കവി. ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്തിനും ജനാധിപത്യത്തിനും എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അതിന്റെ ഒരു ഇന്റലക്ച്വൽ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ തകർക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ്, രാഷ്ട്രീയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റലക്ച്വൽ ഡൈവേഴ്സിറ്റിയെ നിരാകരിച്ചിട്ട് ആ ഒരു ചിന്താപരമായ സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നത് നിയമമാകും, അത് നിങ്ങൾ അനുസരിക്കും എന്ന് പറയുന്ന ഒരൊറ്റ സിസ്റ്റം വളരെ പിന്നെ ഒരു ഏകശിലാരൂപിയായിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി യത്നിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇതിന്റെ ഒക്കെ കുഴപ്പങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ബേസ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ഈ 4 വാക്യങ്ങൾ എന്ന് പറയുന്നത്, അതിന്മേൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പരിവർത്തനത്തെ സംബന്ധിച്ച്, ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ അത് വെറുതെ അങ്ങോട്ട് മാറുകയല്ല, മാറ്റുകയാണ്. കേവലം അക്കാഡമികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മറിച്ച് പ്രാക്സിസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചു. പ്രാക്സിസ്, നമ്മൾ ദീനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാക്ടീസിനേക്കാൾ പ്രധാനം പ്രാക്സിസ് ആണ് എന്നും നമ്മളിവിടെ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അനീതി ഇല്ലാതാവാൻ വേണ്ടി സംഘടിക്കണം, അനീതി ഇല്ലാതാവാൻ വേണ്ടി സമരം ചെയ്യണം, അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സിസ്റ്റത്തെ ഡീകൺസ്ട്രക്ട് ചെയ്യണം, നൈതികമായ ഒരു സിസ്റ്റത്തെ റീകൺസ്ട്രക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ആ പരിവർത്തനത്തിൽ മനുഷ്യരുടെ, സമൂഹങ്ങളുടെ ഏജൻസി, അത് ആരോ മോളിൽ നിട്ടുകയല്ല ചെയ്യുക. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത സ്വയം മാറണമെന്ന് തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങിയാലല്ലാതെ പടച്ചോൻ അവരെ മാറ്റാന്ന് പറഞ്ഞിട്ട് സംഗതി ഇല്ല. അങ്ങനെ ഒന്നും സംഭവിക്കുകയേ ചെയ്യില്ല എന്ന് പറയുന്ന പടച്ചോൻ തന്നെയാണ്. ഞാനങ്ങനെ മാറ്റൂല. ചുമ്മാ ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിക്കുക, വെറുതെ ഇരുന്നിട്ട് ഒരു മൂലയിൽ ഇരുന്ന് തസ്ബീഹ് ഇല്ല. മനുഷ്യൻ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഈ കപ്പലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലകയായോ ആണിയായോ മാറും നമ്മൾ ചെയ്യുന്ന ചെറിയ കർമ്മമെങ്കിലും. അത് ഇഹ്സാനോട് കൂടിയുള്ളതാണെങ്കിൽ, കൃത്യമായ തിരിച്ചറിവോടും ബോധത്തോടും കൂടിയുള്ളതാണെങ്കിൽ, അങ്ങനെ ചെയ്യാതെ കേവലം പ്രാക്ടീസ് മാത്രമായിട്ട് ദീനിനെ കണ്ടാൽ, പ്രാക്ടീസ് ആവുന്നതിന് പകരം പ്രാക്ടീസ് മാത്രമായിട്ട് ദീനിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുഴപ്പങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മളെ നന്നാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പടച്ചോനെ നമ്മളെ നന്നാക്കാൻ കഴിയും, പക്ഷെ പടച്ചോൻ അത് ചെയ്യില്ല. ആ പണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ തന്നെ ചെയ്യണം, തിരിച്ച് പടച്ചോന് പണി നമ്മൾ കൊടുക്കരുത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ യത്നിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഏജൻസി അംഗീകരിക്കുകയാണ്. നമ്മൾ ഈ ചീത്തയായിട്ടുള്ള അഹങ്കാരത്തിന്റെ, അരഗൻസിന്റെ സിസ്റ്റത്തിന് ഖുർആനി ആർക്കിടൈപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ
ഏറ്റവും ശുദ്ധമായ നല്ല സിസ്റ്റങ്ങൾക്കുള്ള ആർക്കിടൈപ്പുകളും ഖുർആനിലുണ്ട്. ഒരു ഭരണത്തിന്റെ മാതൃകയായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ദുൽഖർനൈൻ അങ്ങനെ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിനിടയിൽ ഒരു സ്ഥലത്തേക്ക് പോയി, 2 മലകൾക്കിടയിലുള്ള സ്ഥലമാണ്, അവിടെ ഒരു സമൂഹം ജീവിച്ചിരുന്നു എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അവിടെ അങ്ങനെ ആ സമൂഹം വന്നിട്ട് വളരെ നിസ്സഹായരായിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ട ഒരു ഒപ്രസ്ഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ജനവിഭാഗം, ആ ജനവിഭാഗം വന്നിട്ട് ദുൽഖർനൈനോട് പറയാണ്, യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജ്അലു ലക ഖറജൻ. അല്ലയോ ദുൽഖർനൈൻ, യഅജൂജിനെയും മഅജൂജിനെയും കൊണ്ട് വല്ലാത്ത തൊന്തരവായിട്ട്, വല്ലാത്ത ഇടങ്ങേറായിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കരുത്ത് മുഴുവൻ നമ്മുടെ മേൽ അശനിപാതം പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതിങ്ങനെ ഇടയ്ക്കിടെ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ പറ്റുന്നില്ലപ്പ. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സാമന്തരായിക്കൊണ്ട് കപ്പം തരാം, നികുതി തരാം എന്ന് പറഞ്ഞപ്പോൾ ദുൽഖർനൈൻ പറഞ്ഞു, മാമക്കന്നി ഫീഹി റബ്ബി ഖൈർ, എനിക്ക് വേണ്ടതൊക്കെ പടച്ചോ തന്നിട്ടുണ്ടോ, അതുകൊണ്ട് നിങ്ങളുടെ കപ്പവും നികുതിയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ അഈനൂനി ബിഖുവ്വ, നിങ്ങളെ ശരിയാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാമെന്നാണ്. അഈനൂനി ബിഖുവ്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കരുത്തുകൊണ്ട് എന്നെ സഹായിക്കുക. നിങ്ങളിലെ ചിന്തകന്മാര് വരട്ടെ, പ്ലാൻ ഉണ്ടാക്കുന്നവർ വരട്ടെ, എഞ്ചിനീയർമാർ വരട്ടെ, നിങ്ങളിലെ ലേബേഴ്സ് വരട്ടെ, നിങ്ങളിലെ എഴുത്തുകാർ വരട്ടെ, കവികൾ വരട്ടെ, പ്രഭാഷകർ വരട്ടെ, വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പണിയെടുത്തേക്കാം, ഒരുമിച്ച് പണിയെടുക്കാം. ഏജൻസി ആർക്കാണ്? ഞാൻ വന്നിട്ട് നിങ്ങളെ നന്നാക്കുകയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നു എന്ന ഒരു സിസ്റ്റം. യഥാർത്ഥത്തിൽ ഏജൻസിയെ കുറിച്ചുള്ള ചർച്ചയൊക്കെ ഉത്തരാധുനികമാണ്, പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. ഇതാണ് പറഞ്ഞത്. ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ പൂർവ്വ മാതൃകകളാണ് ഖുർആനിൽ കാണാൻ സാധിക്കുക, മനഃശാസ്ത്രപരമായ മാതൃകകളും. അപ്പൊ അത് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏജൻസിയെ സംബന്ധിച്ചുള്ള ചർച്ച, അതിൽ ഖുർആന്റെ നിലപാട് തന്നെയാണ് ദുൽഖർനൈൻ പറയുന്നത്. നിങ്ങൾ എനിക്ക് കപ്പമല്ല തരേണ്ട, അതൊക്കെ പടച്ചോൻ തന്നിട്ടുണ്ട് വേണ്ടുവോളം, മറിച്ച് അഈനൂനി ബിഖുവ്വ, നിങ്ങൾ എന്റെ കൂടെ പണിയെടുക്ക്, ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പണിയെടുക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച്, അങ്ങനെ അവരുടെ ഈ സാമൂഹിക പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള, റീകൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഐക്യബലം നേടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരെ റീകൺസ്ട്രക്ഷൻ, അവര് പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു, ദുൽഖർനൈന്റെ അടുത്തേക്ക് പോയി, അദ്ദേഹത്തെ സ്വീകരിച്ചു നേതാവായിട്ട്, അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രങ്ങൾ അംഗീകരിച്ചു, എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം പണിയെടുത്തു. അപ്പൊ ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വെക്കുന്ന ഒരു നന്മയുടെ, ധർമ്മത്തിന്റെ ഒരു ആർക്കിടൈപ്പാണ് എന്നും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ പരിവർത്തനത്തിൽ അവരവരുടെ ഏജൻസിയാണ് പ്രശ്നം. അപ്പൊ ഇനി നമ്മൾ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നാൽ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നാമത്തെ പ്രശ്നം റേസിസമാണ്, രണ്ടാമത്തത് ക്യാപിറ്റലിസമാണ്, മൂന്നാമത്തത് ഇംപീരിയലിസം തന്നെയാണ്. ഇംപീരിയലിസം ഒരു കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും എന്നൊക്കെ നമ്മൾ വിചാരിക്കും, അങ്ങനെയല്ല. റോമാ സാമ്രാജ്യം മുതൽക്ക് പിന്നീട് പാശ്ചാത്യ കൊളോണിയലിസത്തെ കുറിച്ച് വരെ നമുക്കറിയാം. പക്ഷെ അതിനിപ്പുറം നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു രാജ്യത്തിന്റെയും ജനതയുടെയും അവകാശങ്ങൾക്ക് മേൽ മറ്റേതോ ഒരു വിഭാഗത്തിന്റെ കടന്നുകയറ്റം. ഇതാണല്ലോ അധിനിവേശം. അങ്ങനെയാണല്ലോ സാമ്രാജ്യത്വം ഉണ്ടാകുന്നത്, ഇംപീരിയലിസം ഉണ്ടാകുന്നത്. പുതിയ കാലത്തെ പ്രശ്നമാണ്. ഇനി ക്യാപിറ്റലിസം ആണെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചു, പ്രോട്ടോടൈപ്പ് അതിനുണ്ട്, അതെല്ലാത്തിനും ഉണ്ട്. പിന്നീട് മോഡേൺ ക്യാപിറ്റലിസം വന്നതിന് ശേഷം ഇപ്പോഴത് ലെസേ ഫെയർ, ക്രോണി ക്യാപിറ്റലിസം തുടങ്ങിയിട്ടുള്ള പുതിയ 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 പേരുകൾ സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളോടുകൂടി നമ്മുടെ മനോഗതിയെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനോഗതിയെ കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പോലും തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം വേറെ ആരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. ഖുർആൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ പരിവർത്തിപ്പിക്കൂ എന്നാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരെ തന്നെ മാറ്റുന്നത് ഇവരെ പടച്ചോ മാറ്റുന്നില്ല. അതേസമയം ഇത്തരം ശക്തികൾ, ക്യാപിറ്റലിസത്തിന്റെ വക്താക്കൾ പറയുന്നത് നിങ്ങളൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമ്മൾ തരാമെന്ന്. നിങ്ങളൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾ എങ്ങനെ ജീവിക്കണം നമ്മൾ തീരുമാനിക്കാം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമ്മൾ തരാം. ഇതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള അടിത്തറ എന്ന് പറയുന്നത്, ഈ പറയുന്ന വംശീയതയുടേതാകട്ടെ, ക്യാപിറ്റലിസത്തിൻ്റെതാകട്ടെ, ഇമ്പീരിയലിസത്തിൻ്റെതാകട്ടെ, അടിത്തറ എന്ന് പറയുന്നത് ഞാൻ എന്ന ബോധത്തിന്റെ ഒരു പരമകാഷ്ഠയാണ്. അതാണ് പറഞ്ഞത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന. തീർച്ചയായിട്ടും മനുഷ്യൻ അക്രമിയായി പോയിരിക്കുന്നു. എന്താ കാരണം? തനിക്ക് താൻ തന്നെ മതി എന്ന ഈഗോ ആണ് അതിന്റെ കാരണം എന്നാണ്. അങ്ങനെയാണ് അധികാരത്തിന്റെ ഉച്ചസ്ഥാനത്തിരുന്നു കൊണ്ട് ഫറോവ പ്രഖ്യാപിക്കുന്നത് അന റബ്ബുക്കുമുൽ അലാ. അങ്ങനെയാണ് നമ്രൂദും അത് തന്നെ പറയുന്നത്, അന ഉഹീ വ ഉമീത്. ജീവിക്കുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ ഞാനാ.
ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും, ആര് ജീവിക്കണം ആര് മരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അതേ കൂട്ടത്തിൽ തന്നെ ഖാറൂന്റെ അധാർഷ്ട്യവും ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അപ്പൊ ഇതെല്ലാം ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനത്തിലൂടെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ആമുഖം എന്ന നിലക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനം, അതിൽ ഇതിന്റെ എല്ലാം ഇവിടെ സൂചിപ്പിച്ച ഇതിന്റെ എല്ലാം പ്രോട്ടോടൈപ്പുകളെ സംബന്ധിച്ച് ഖുർആനിൽ സൂചനയുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഖുർആനിന്റെ ചില നിയമങ്ങൾ പോലും അതിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. കാരണം അത്തരം ജീവിത രീതികൾ അനുവർത്തിച്ചിട്ടുള്ള ചരിത്രത്തിലെ മനുഷ്യശീലങ്ങളിൽ നിന്നാണ് ഖുർആനിൽ ചിലപ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നത്. ഖുർആൻ അവതരിച്ചത് തന്നെ പ്രവാചകന്റെയും സഹാബാക്കളുടെയും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ സബബുൻ നുസൂലൊക്കെ പഠിക്കുന്നത്. പിന്നെ ഖുർആന്റെ അവതരണം നിർത്തി, ഖുർആന്റെ അല്ല അള്ളാഹുവിന്റെ വഹി, പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നിർത്തി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തുടർന്ന് അങ്ങോട്ട് ഖുർആനിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത്രയും സമഗ്രമായിട്ടുള്ള ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് അതില്ല എന്ന് പടച്ചോൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഖുർആൻ ആയത്തുകൾ ഇറങ്ങുന്നത് സഹാബാക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജീവിതബന്ധിയാണ്. അതാണ് ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനിലെ ആശയങ്ങൾ എന്ന് പറയുന്നത് ജീവിതബന്ധിയാണ് എന്ന് തന്നെയുമല്ല. ഖുർആനിലെ അടിസ്ഥാന നിയമങ്ങൾ നേർക്ക് നേരെ ആ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനേതോ നിലക്ക് ചരിത്രവുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റിബ. നമ്മൾ ആദ്യം ചർച്ചക്കെടുക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ക്യാപിറ്റലിസം തന്നെയാണ്. നമ്മൾ മുതലാളിത്തം എന്ന് പറയും. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മുതലാളിത്തം എന്ന് പറയുന്നത് അതിന്റെ ഒരു അത്ര ശരിയല്ലാത്ത തർജ്ജമയാണ്. മൂലധനവാദം എന്നതാണ് ശരി, ക്യാപിറ്റലിസമാണ്. മുതലാളി എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് വല്ലാതെ പ്രയാസം തോന്നുന്ന ഒരു സംഗതിയാണ് ഈ മുതലാളിത്തം എന്ന പ്രയോഗം. പ്രയാസം തോന്നേണ്ട കാര്യമൊന്നുമല്ല, ഇതൊന്നും വ്യക്തികളെ കുറിച്ച് പറയുന്നതല്ല. അതുകൂടി മനസ്സിലാക്കണം. അത് എന്താണെന്ന് തിരിയാത്തത് കൊണ്ടാണ് അത്തരം പ്രയാസങ്ങൾ. എന്നാൽ പോലും മുതലാളിത്തമല്ല, മൂലധനവാദം, ക്യാപിറ്റലിസമാണ്. സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ് ഇതിന്റെ ഒരു അടിത്തറ. ഈ സമ്പത്തിന്റെ കേന്ദ്രീകരണം മനുഷ്യൻ സ്വതവേ അഹങ്കാരിയായതുകൊണ്ടാണ് എനിക്ക് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത്. പലപ്പോഴും അമിതമായിട്ട് ശേഖരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കേണ്ടി വരും. ബിഹൈൻഡ് എവറി ഗ്രേറ്റ് ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം. ബൽസാക്ക് പറഞ്ഞത്, ബിഹൈൻഡ് എവറി ഗ്രേറ്റ് ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം. എല്ലാ വലിയ സമ്പത്തിന്റെയും, ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം, ഇവിടെ സമ്പത്താണ് ഉദ്ദേശം. എല്ലാ വലിയ സമ്പത്തിന്റെയും പിന്നിൽ ദർ ഇസ് എ ക്രൈം, ഒരു കൊടും കുറ്റകൃത്യമുണ്ട് എന്ന് ബൽസാക്ക് പറഞ്ഞത് ശരിയായി തീരുന്ന സ്വഭാവത്തിലാണ് സമ്പത്തിന്റെ കേന്ദ്രീകരണം നടക്കുക. അങ്ങനെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൈലായകൂന ദൂലത്തൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലുള്ള ചില സമ്പന്നർക്കിടയിൽ മാത്രം, അവരുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാനുള്ളതല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് സമ്പത്ത്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതുമാണ്. അള്ളാഹുവിന്റെ സമ്പത്ത് പുഴ പോലെ ഒഴുകുന്നതാണ്. പുഴ ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല, പക്ഷെ അണക്കെട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അണക്കെട്ട് ചിലപ്പോൾ ഗുണത്തിനാവാം. നമ്മൾ വൈദ്യുതി അതുപോലെ തന്നെ മറ്റു പുരോഗതികൾക്കൊക്കെ അണക്കെട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്റെ വെള്ളം അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടും അണക്കെട്ട് ഉണ്ടാകലുണ്ട്. എന്റെ വെള്ളം എന്റെ നാട്ടിൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് സാധാരണഗതിയിൽ പാടങ്ങളിലൊക്കെ തടകെട്ടാറുണ്ട്, ഇപ്പുറത്തുള്ള വെള്ളം അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ആളുകൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണ്, അതിർത്തി തർക്കം. ഇതിന്റെ ഒക്കെ പേരിൽ പാടങ്ങളിലുള്ള വെള്ളം വയംനഊനൽ മാഊ എന്ന് ഖുർആൻ പറയുന്നത് അതാണ്. ചെറിയ ചെറിയ സഹായങ്ങൾ വരെ വെള്ളം അങ്ങ് ഒഴുകി പോകും. അതങ്ങോട്ട് ഒഴുകിന്ന് വിചാരിച്ചിട്ട് ഇവിടെ തടസ്സമൊന്നും വരുന്നില്ല, എന്നാലും ഓൻ അങ്ങനെ കിട്ടണ്ട എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ അവൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവൻ ഓരോ വെറുതെ നിസ്കരിക്കുകയാണ്. അവന്റെ നിസ്കാരവും അവന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ, നിസ്കാരവും പ്രവർത്തനവും തമ്മിൽ ബന്ധമുണ്ടെങ്കിലേ നിസ്കാരവും. അതാണ് അങ്ങനെ ആവാതെ വരുമ്പോഴാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവനാണ് നരകം എന്ന് ഖുർആൻ പറയുന്നത്. അങ്ങനെ ആവാത്തൊരു പശ്ചാത്തലത്തിലാണ് എന്ന് കാണേണ്ടതുണ്ടല്ലോ. എന്തായിരുന്നാലും കേന്ദ്രീകരണം. അതുപോലെ വിശുദ്ധ ഖുർആൻ റിബ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് യൂഷ്വലാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഏർപ്പാടാണ് എന്ന് കരുതി ഇൻട്രസ്റ്റ് അതിന് പെടൂല എന്നല്ല, അതും പെടും. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം എന്നുള്ളൂ. യൂഷ്വറി എന്ന് പറയുന്നത് കുറച്ചുകൂടി മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഈ റിബ എന്ന് പറയുമ്പോൾ അത് പഴയ കാലം മുതൽക്കേ ഉള്ള ഈ പറഞ്ഞ പ്രോട്ടോ ക്യാപിറ്റലിസ്റ്റ് രൂപങ്ങളിലെല്ലാം നിലനിന്നിരുന്നതാണ്. കാൾ മാർക്സ് അതിനെക്കുറിച്ച് ഒരു വർത്തമാനം പറയുന്നുണ്ട്. ദാസ് ക്യാപിറ്റലിൽ തന്നെ പറയുന്നതാണ്. ഉത്പാദന രീതിയെ അതൊട്ടും, മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനത്തെ അത് മാറ്റുന്നില്ല, ഉത്പാദന രീതിയെ അത് മാറ്റുന്നില്ല. മറിച്ച് ഒരു പാരസൈറ്റിനെ പോലെ അതിൽ പറ്റി നിൽക്കുകയും,
ഒരു പരാന്ന ഭോജിയെ പോലെ അതിൽ പറ്റി നിൽക്കുകയും എന്നിട്ട് അതിനെ നികൃഷ്ടമാക്കുകയും അതിന്റെ രക്തം വലിച്ചു കുടിച്ച് അതിനെ ബലഹീനമാക്കുകയും അത്യധികം ദയനീയമായ സാഹചര്യങ്ങളിൽ പുനരുത്പാദനം തുടരാൻ നിർബന്ധിതമാക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് റിബ, യൂഷറി എന്നാണ് ദാസ് ക്യാപിറ്റൽ മാർക്സ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉത്പാദന പ്രക്രിയയുടെ അഗോചരമായ കാണാൻ പറ്റാത്ത സുഷിരങ്ങളിൽ എപ്പിക്യൂറസിന്റെ ദൈവങ്ങളെ പോലെ ഇരിക്കുന്നു എന്നാണ്. എപ്പിക്യൂറസ് എന്ന് പറഞ്ഞാൽ പഴയ ഗ്രീക്ക് ചിന്തകനാണ്, ഭൗതികവാദിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ദൈവം എന്ന് പറയുന്ന ഒരു സംഗതിയെ പരിഗണിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടോന്ന് ചോദിച്ചപ്പോഴാ ഉണ്ട്, ദൈവങ്ങളാണ്. ദൈവങ്ങളുണ്ട്, പക്ഷെ പ്രപഞ്ചത്തെ ഒക്കെ സൃഷ്ടിച്ചിട്ട് ചിലപ്പോൾ മാറി നിൽക്കുകയാവാം. നമ്മളതിനെ കുറിച്ച് ആലോചിക്കേണ്ടില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നോട്ട് പോക്കിൽ ദൈവങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതുപോലെ ഉത്പാദന രീതി, ഉത്പാദന ബന്ധങ്ങൾ, ഇതിന്റെ വികാസത്തിൽ റിബ എന്ന് പറയുന്ന, യൂഷറി എന്ന് പറയുന്ന സാധനത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല, മാർക്സ് പറഞ്ഞതനുസരിച്ച് അതൊരു ബ്രൂട്ടൽ എക്സ്പ്ലോയിറ്റേഷനാണ്, ഒരു ബ്രൂട്ടൽ ബൂർഷ്വ എക്സ്പ്ലോയിറ്റേഷനാണ്. മുതലാളിത്തത്തിന്റെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള മിച്ചമൂല്യവുമായിട്ട്, സർപ്ലസ് വാല്യൂവുമായിട്ട് അദ്ദേഹം അതിനെ ബന്ധപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം. ഏറ്റവും ശക്തമായിട്ടുള്ള ക്യാപിറ്റലിസത്തിന്റെ ഖുർആനിക് ആർക്കിടൈപ്പാണ് കാറൂൻ. കാറൂന്റെ കഥയിലേക്ക് നമുക്ക് പോകാം. ഓതിവെച്ചായത്ത് അതുമായി ബന്ധപ്പെട്ടതാണ്, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 ആയത്തുകളിൽ ഒരുപോലെ പറയുന്ന സംഗതി മനുഷ്യന്റെ അഹങ്കാരത്തെ, അറഗൻസിനെ കുറിച്ചാണ്. ഇതിന്റെ ഒരണുമണിയെങ്കിലും മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ ഖണ്ഡിതമായി പറഞ്ഞതാണ്. അത് വെച്ചിട്ട് മനസ്സ് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സ് ശുദ്ധീകരിക്കാനും ജീവിതത്തെ ശുദ്ധീകരിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.